everyone, good morning, good afternoon and good evening. എല്ലാവർക്കും വേദാന്തു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ കെമിസ്ട്രി PYQ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആൽക്കഹോൾ ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് ചാപ്റ്റർ ആണ്. ഓക്കെ, സോ എല്ലാവരും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ലൂക്കാസ് ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾ. സോ നമുക്കറിയാം ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോളിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന ടെസ്റ്റാണ് എന്ത്? ലൂക്കാസ് ടെസ്റ്റ്. ആൻഡ് നമുക്കറിയാം ലൂക്കാസ് ടെസ്റ്റിന് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഏത് റിയേജൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്. ഓക്കെ, അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുക. ആൻഡ് ഇവിടെ എന്താണ് കിട്ടുന്നത്? ടെർഷ്യറി ആൽക്കഹോൾ ആണെങ്കിൽ ടർബിഡിറ്റി ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യും. സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ 5 മിനിറ്റ്സിലാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് പ്രൈമറി ആൽക്കഹോൾ റൂം ടെമ്പറേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഹീറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ടർബിഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ലൂക്കാസ് ടെസ്റ്റ് ആയിരുന്നു ക്വസ്റ്റ്യൻ. അത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, കഴിഞ്ഞ വർഷം ചോദിച്ചതായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ. Which among the following alcohol has the highest boiling point? So ഞാൻ പറഞ്ഞിട്ടുണ്ട് ബോയിലിംഗ് പോയിന്റ് എന്ന് കേട്ടാൽ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് വാൻ ഡെർ വാൾസ് ഫോഴ്സ്, ഹൈഡ്രജൻ ബോണ്ടിങ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ, ആൻഡ് വാൻ ഡെർ വാൾസ് ഫോഴ്സ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം മോളിക്കുലാർ മാസ് കൂടിയാൽ എന്ത് കൂടും? വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ഓഫ് അട്രാക്ഷനും കൂടും. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് അങ്ങനെ ഒരു സിനാരിയോ ആണ്. എന്താണ്? ഡിഫറെൻറ്റ് മോളിക്കുലാർ മാസസ് ആണ് ഈ 4 കോമ്പൗണ്ടിനും ഉള്ളത്. അപ്പോൾ ഇതിൽ ഏതിനാണ് കൂടുതൽ മോളിക്കുലാർ മാസ് എന്ന് നോക്കുക, അതിനായിരിക്കും കൂടുതൽ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഉണ്ടായിരിക്കുക, അതിനായിരിക്കും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടായിരിക്കുക. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ഈ ബി ആണ്, CH3 CH2 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 OH. അതാണ് എന്ത് നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫീനോൾ ഈസ് മോർ അസിഡിക് ദാൻ എഥനോൾ. ഫീനോളിനാണ് അസിഡിറ്റി കൂടുതൽ ദാൻ എഥനോൾ എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഫീനോൾ ഇങ്ങനെയാണ്, എഥനോൾ CH3 CH2 OH. ക്ലിയർ? സോ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം H+നെ റിലീസ് ചെയ്യുക, ഇവിടെ നിന്നും റിലീസ് ചെയ്യും, ഇവിടെ നിന്ന് റിലീസ് ചെയ്യും. പക്ഷേ ഇതാണ് കൂടുതലായിട്ട് നടക്കുക എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഇവിടെ നമുക്കറിയാം ഇവിടെ ഈ H+ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഇവിടെ എന്ത് പോസിബിൾ ആണ്? ഒരു റെസൊണൻസ് പോസിബിൾ ആണ് അല്ലേ? അങ്ങനെ 5 റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആർക്ക് ഉണ്ടാവും? ഈ ഫീനോക്സൈഡ്, ഈ അയോണിനെ നമ്മൾ എന്താണ് വിളിക്കുക? ഫീനോക്സൈഡ് അയോൺ എന്നാണ് കേട്ടോ വിളിക്കുക. സോ ഈ ഫീനോക്സൈഡ് അയോണിന് എന്ത് പോസിബിൾ ആണ്? ഒരു റെസൊനൻസ് പോസിബിൾ ആണ്. വേറെ ആൽക്കോക്സൈഡ് അയോണിന് അങ്ങനെ എന്തില്ല? ഒരു റെസൊനൻസിന് ഇവിടെ സ്കോപ്പ് ഇല്ല. സോ അതിന് സ്റ്റെബിലിറ്റി കുറവായിരിക്കും. റെസൊനൻസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അതിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. മോർ ഈസിലി അത് നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. സോ ഫീനോക്സൈഡ് അയോൺ മോർ ഈസിലി ഫോം ചെയ്യും ദാൻ ഇതിനെന്താണ് പറയുക? ആൽക്കോക്സൈഡ് അയോൺ. ഓക്കെ, സോ ആൽക്കോക്സൈഡ് അയോണിനെക്കാട്ടും സ്റ്റെബിലിറ്റി കൂടുതൽ ഫീനോക്സൈഡ് അയോണിനായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് വൺ മോർ റീസൺ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ഓക്സിജൻ ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കാർബൺ എന്താണ്? ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. വേറാസ് ഈ CH2 എന്ത് കാർബൺ ആണ്? ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റമാണ്. ആൻഡ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഒരു sp2ൻ്റെയും sp3 കാർബണിൻ്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി നോക്കുന്ന സമയത്ത് ഏതിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ? sp2നാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ദാൻ sp3. അതായത് ഇവിടെ എന്തായിരിക്കും? ഈ കാർബൺ ഓക്സിജന് ഇലക്ട്രോൺസിനെ വലിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഇവിടെ എന്തുണ്ടാവില്ല? അത്രത്തോളം വലിവ് ഉണ്ടാവില്ല. സോ ഇവിടെ വലിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താവും? ഈ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് വീക്കാവും. സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അവർ റെഡി ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ നടക്കാത്തത് കാരണം അത്ര ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് H+നെ റിലീസ് ചെയ്യാനായിട്ടും സാധിക്കില്ല. സോ അതാണ് നമ്മുടെ റീസൺ ഇവിടെ പറയേണ്ടത്. ഓക്കെ, ആൻഡ് അതും ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ് കേട്ടോ, 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമുക്ക് ആൽക്കഹോൾ ഫീനോൾസിലെ ഒരു കുഞ്ഞു PYQ സെഷൻ. ഓക്കെ, സോ എല്ലാവരും ഉഷാറായിട്ട് ചാപ്റ്റേഴ്സൊക്കെ പഠിക്കുക, റിവൈസ് ചെയ്യുക, PYQs ഒക്കെ ചെയ്യുക. ഓക്കെ, ഉഷാറായിട്ട് എക്സാം എഴുതുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.